ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു ചക്കക്കൂട്ടാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഒരു യൂട്യൂബ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഷെദീന എന്ന് പറഞ്ഞിട്ട്. ആളൊരു ചക്കക്കൂട്ടാൻ്റെ റെസിപ്പി ഇടുമോ ചോദിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. ആർട്ട് ഓഫ് ഹോം മേക്കിംഗ് എന്നാണ് ഓരോ ചാനലിൻ്റെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അബിക്കാക്ക് അവിടെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് പ്ലാവിൻ്റെ മുകളിൽ കയറ്റിയതാണ്. അപ്പോൾ താഴത്തൊക്കെ കുറച്ചുണ്ട്, പക്ഷേ ആളുണ്ടാകുമ്പോൾ പിന്നെ മുകളിൽ തന്നെ പറിച്ചോളി പറഞ്ഞിട്ട് മുകളിലേക്ക് കയറ്റിയിട്ടില്ല കേട്ടോ. താഴത്തിൽ നമുക്കും പറിക്കാമല്ലോ. അങ്ങനെ ഒരു 2-3 ചക്കൊക്കെ ഇട്ട്, പിന്നെ ഒരു ഭാഗം ഇങ്ങനെ കേടായി തുടങ്ങണമെന്നുണ്ടായിന്, അതൊക്കെ ഇട്ടു കേട്ടോ. അതൊക്കെ കുറച്ച് പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു. മിക്കവാറും എല്ലാവർക്കും ചക്കക്കൂട്ടാനും ചക്ക ഉപ്പേരിയൊക്കെയാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചും കൂടിയും പഴുത്ത ചക്കനോടാണ് ഇഷ്ടം. അപ്പം ഞാൻ ഒരു ഭാഗം നല്ലതുള്ള ചക്ക എടുത്തിട്ട് ചുളക്ക പറിച്ച് റെഡിയാക്കി വെക്കുകയാണ്. ഞാനവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ ചക്ക മുറിക്കുന്നുണ്ട് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട്. മുമ്പൊരു വീഡിയോയിൽ ചക്ക വേറൊരു രീതിയിൽ മുറിക്കുന്നത് കാണിച്ചിരുന്നു കേട്ടോ. ഇളാമൊക്കെ നല്ല എളുപ്പത്തിൽ മുറിക്കുന്നൊരു രീതി. ഇതിപ്പോൾ സാധാരണ പോലെ തന്നെ ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കണം കേട്ടോ. എരുത്തുപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചവണിയൊക്കെ ഒന്ന് കളയാണ്. ആദ്യം ഒന്ന് വെട്ടി കുറച്ച് പീസുകളാക്കിയിട്ട് പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ അരിയാണ് ചെയ്യൽ. അപ്പോൾ വലിയ പീസാക്കി വെട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പേപ്പർ ഇട്ടിട്ട് പിന്നെ അതിൽ നിന്നാണ് കേട്ടോ ഒക്കെ ചെയ്യൽ. എന്നാൽ പിന്നെ ലാസ്റ്റ് പേപ്പർ മാത്രം വലിച്ചെറിഞ്ഞാൽ മതിയല്ലോ, വേസ്റ്റ് കൊടുക്കാൻ അങ്ങനെ കിട്ടിയിട്ട്. ചെറിയ ചെറിയ പീസാക്കണം ആദ്യം, എന്നാലുള്ളൂ എളുപ്പത്തിൽ കൊത്തി അരിഞ്ഞിടാൻ കഴിയുക. അല്ലെങ്കിൽ ചുള പറിച്ചിട്ട് ഇതിങ്ങനെ കൂട്ടാൻ വെക്കണമല്ലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ കൂനും പിന്നെ അതിൻ്റെ തോലും ഒക്കെ ഒന്ന് ചെത്തി കളയണം ഒരു കത്തി ഉപയോഗിച്ചിട്ട്. ഈ ചക്കക്കൂട്ടാനിൽ കുരുവൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ കുരു ഇങ്ങനെ ചുണങ്ങിയിട്ടേ ഇടാൻ പറ്റുള്ളൂ, കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ കുറച്ച് കുരുവൊക്കെ അങ്ങനെ തന്നെ ഇടും കേട്ടോ. ചിലപ്പോൾ നമ്മൾ തിന്നുന്ന സമയത്തൊക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ റെഡിയാക്കും. കുറച്ചൊക്കെ ഇങ്ങനെ ചുണങ്ങിയിട്ട് ഇടും കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്നിങ്ങനെ കൊത്തി അരിയാം കേട്ടോ ഒരു മുറത്തിലേക്ക്. അപ്പോൾ കൊത്തി അരിയണമെന്നില്ല, ചുള പറിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. ചക്കക്കൊക്കെ പറിക്കുന്ന പോലെ ഇങ്ങനെ ചുള എടുത്തിട്ട് ഒന്ന് അരിഞ്ഞിട്ടാൽ മതി. കുരു പുറത്തേക്ക് എടുത്തിട്ട് കുരു ഒന്ന് ചുണങ്ങിയിട്ട് വിടാം. അപ്പോൾ കുരുവിൻ്റെ പുറത്തുള്ള ആ ഒരു തൊലി ചിലപ്പോൾ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, അതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. കൂട്ടാൻ പല രീതിയിലും വെക്കണമല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 1/4 ഭാഗത്തോളമൊക്കെ വെള്ളം മതി കേട്ടോ. അര ഭാഗത്തിലൊന്നും കൂടാൻ പാടില്ല. ഞാനിത് ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഇതിൻ്റെ ഒരു 1/4 തൊട്ടിട്ട് അര ഭാഗത്തിൻ്റെ ഇടയ്ക്ക് വരും കേട്ടോ ആ വെള്ളം. ഈ ഒരു കുടുക്ക അത്യാവശ്യം വലുപ്പമുണ്ടല്ലോ, അപ്പോൾ അതിൽ ഈ ഒരു കപ്പ് തന്നെ ഒരു പാകത്തിട്ടുള്ള ഒരു വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ വെന്ത് വരും. തീ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചെമ്പൊന്ന് കുടഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യണം, നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പം പിന്നെ ഇതേപോലത്തെ ഒരു കട്ടിയുള്ള കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കുത്തി ഉടച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൽ വേണമെങ്കിൽ തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിടാം കേട്ടോ ആ ചക്കക്കൂട്ടാനിൽ. ഞാനിപ്പോൾ നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുന്നതിനെ കൊണ്ട് ഇതിങ്ങനെ തന്നെ ആക്കിയിട്ട് ഇതിലൊന്ന് കടുകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് താളിക്കാൻ പോവാണ്. ഇതിന് വേണ്ടിയിട്ടൊരു 4-5 ഉണക്കമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേലേക്കായാലും പൂളയിലേക്കായാലും ഈ ഉണക്കമുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ കൂടി വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ മൂത്തതിൻ്റെ ശേഷം നമ്മൾ കുത്തി ഉടച്ച് വെച്ചിട്ടുള്ള ചക്കക്കൂട്ടാനിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ചക്കക്കൂട്ടാനും കുറച്ച് ബീഫ് കറിയും ഒരു കട്ടൻ ചായയൊക്കെ ആയിട്ട് ഇരുന്നാൽ അതും കുറച്ച് വീട്ടിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വേണം കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു തിന്നാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ചക്ക പറിക്കാൻ പോയ സമയത്ത് തന്നെ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ഈ കൂട്ടാനൊക്കെ റെഡി ആയപ്പോഴത്തേനും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബീഫ് ചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെക്കൽ. അപ്പോൾ വെന്തതിന് ശേഷം കുരുമുളക് ഇട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ട് ചെറിയ ഉള്ളിയും കരിവേപ്പിൻ്റെ ഇട്ട് തൂമിക്കല ചെയ്യൽ. ഇപ്പോൾ തൂമിക്കാനൊന്നും ടൈം കിട്ടിയില്ല. ചക്കക്കൂട്ടാൻ റെഡിയായപ്പോൾ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ കറി മുക്കൽ തുടങ്ങി കേട്ടോ.
ഇങ്ങനെ വേവിച്ച് കടുക് വറുത്ത പൂളയിലേക്ക് ഒന്നെങ്കിൽ ബീഫ് കറിയോ അല്ലെങ്കിൽ മത്തി മുളക് ഇട്ടതോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഒക്കെ ഉണ്ടാകുമ്പം നല്ലൊരു ടേസ്റ്റാട്ടോ. അതൊന്നും ഇല്ലെങ്കിൽ ഇതിൽ തേങ്ങയും പച്ചമുളകും കൂടി ചതച്ച് ചേർത്താലും മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നവരുണ്ടാവും, പിന്നെ വേറെ രീതിയിൽ വെക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ്